എടി നീ പുരുക എന്താ കാണിച്ചു വെച്ചേക്കുന്നേ? എടി ഇത് ഞാൻ തന്നെ ത്രെഡ് ചെയ്തതാ, കൊള്ളില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ത്രെഡ് ചെയ്ത് തന്നോളാന്ന്. ഇത് അത്രയ്ക്കങ്ങ് ശരിയായിട്ടില്ല. എടി നീ പുതിയ ഡ്രസ്സ് എടുത്താ? ആടി എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ? എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കായിരുന്നു? ഞാനും കൂടെ വന്നേനല്ലോ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. ഇത് കൊള്ളില്ലേ? ഇത് ഓക്കെ ആണ്, പക്ഷെ ഞാനും കൂടെ വന്നിരുന്നെങ്കിൽ നല്ലോണം നമുക്ക് ഒന്നിച്ച് പോയി സെലക്ട് ചെയ്യാമായിരുന്നു. എടി നീ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തുടങ്ങിയോ? ആടി ഞാനും ഒന്ന് ഇട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ്. ഇത് തന്നെയല്ലേ ഞാനും നിന്നോട് പറഞ്ഞത്, ലിപ്സ്റ്റിക് ഒക്കെ ഇടുവാണെങ്കിൽ നിനക്ക് നല്ല ഭംഗിയായിരിക്കുന്നു. അപ്പം നീ എന്താ പറഞ്ഞത്? ലിപ്സ്റ്റിക് ഒന്നും ഞാൻ യൂസ് ചെയ്യില്ലെന്ന്. എടി നീ ഇതാരെയാണ് വിളിക്കുന്നേ? എടി ഇതെൻ്റെ ഒരു ഫ്രണ്ടാ മിന്നു. അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നമ്മളറിയാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കൊള്ളാം. നാളെ നീ ഫ്രീ ആണോ? നിൻ്റെ ഹെയർ നമുക്ക് നാളെ പോയി ലെയർ അടിച്ചാലോ? ലെയർ അടിച്ചാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇപ്പം മൊത്തം സ്പ്ലിറ്റായി കിടക്കുക. എൻ്റെ ഹെയറോ? ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം. എടി നീ ഓണം സെലിബ്രേഷൻ എന്ത് ഡ്രസ്സാണ് ഇടുന്നേ? ഞാൻ സ്കർട്ടും ടോപ്പ് ഇടാന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും സാരിയല്ലേ ഉടുക്കുന്നേ? സെറ്റ് സാരി എൻ്റെ കയ്യിൽ ഇല്ലടി. അത് സാരമില്ല, എൻ്റെ 2 സെറ്റ് സാരി ഉണ്ട്, ഞാൻ തരാം, അതങ്ങ് കൊടുത്താൽ മതി. പക്ഷെ എനിക്ക് ഉടുക്കാൻ അറിയത്തില്ലല്ലോ. ഞാൻ ഉടുപ്പിച്ച് തന്നോളാം എൻ്റെ പൊന്നെ. രാവിലെ ഒന്ന് നേരത്തെ ഇങ്ങ് വന്നാൽ മതി. നാളെ നീ ലഞ്ച് കൊണ്ടുവരണ്ട കേട്ടോ, നിനക്കൂടെയുള്ള ലഞ്ച് ഞാൻ കൊണ്ടുവന്നോളാം. നാളെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.